സമൃദ്ധിയെയും ഐശ്വര്യത്തെയും വരവേൽക്കുന്ന വിഷു ആഘോഷത്തിനായി മലയാളികൾ ഒരുങ്ങി. പുത്തനുടുപ്പും വിഷുക്കണിയും വിഷുസദ്യയും ഒരുക്കാനുമായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി നിറയാൻ ഉരുളിയിൽ വിവിധ കാർഷികോൽപ്പന്നങ്ങൾ, സ്വർണം, നാണയം, കോടിമുണ്ട്, വാൽക്കണ്ണാടി, കണിക്കൊന്നപ്പൂ, ഉണങ്ങലരി, കൃഷ്ണവിഗ്രഹം എന്നിവ ഉരുളിയിൽ തയ്യാറാക്കി വെച്ച് നിലവിളക്ക് കൊളുത്തി 7:30 വെളുപ്പിന് ഈ കണി കണ്ട് ദിവസം തുടങ്ങണം എന്നതാണ് ചിട്ട. മുതിർന്നവർ കുട്ടികൾക്ക് വിഷു കൈനീട്ടവും നൽകും. വിഷുവിൻ്റെ വരവറിയിച്ച് പടക്കം പൊട്ടിക്കുക, ഉച്ചയ്ക്ക് വിഷുസദ്യ എന്നിവയും പ്രധാനമാണ്. കർഷകരുടെ മനസ്സിൻ്റെ നിശബ്ദ പ്രാർത്ഥനകൾ കൂടിയാണ് വിഷുക്കാലമെന്ന വിളവെടുപ്പ് കാലം. വിഷുവിനെ കുറിച്ച് വ്യത്യസ്ത ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ സൂര്യന് നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസവും ഉണ്ട്.